ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയൊരു പാചകവുമായാണ് വന്നിരിക്കുന്നത്. വെറൈറ്റിയാണ്. നമ്മുടെ എല്ലാം മാഗി എന്ന് സമർപ്പിക്കുന്ന സംഗതിയാണ് ഇത്. മാഗി ഞാൻ കഴുകിയെടുത്ത് കുതിർത്ത് 2 പ്രാവശ്യം കഴുകിയെടുത്ത് കുതിർത്ത് വാരി വെച്ചിരിക്കുകയാണേ. അതിന് കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു മുളക്, പച്ചമുളക്, കൊച്ചുള്ളി, ഇച്ചിരി ഇഞ്ചി, അതിൻ്റെ കൂടെ ഇച്ചിരി മല്ലിയിലയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഞാനിത് സൺഫ്ലവർ എണ്ണയ്ക്കകത്തിട്ട് വഴത്തിയിട്ട് ഒരുമാതിരി പരുവമാകുമ്പോൾ ഞാൻ ഈ മാഗി സംഗതി കൂടെ ഇട്ട് കൊടുത്ത് അത് മാഗി ഒരുമാതിരി വേവായി വരുമ്പോൾ ഞാനൊരു 3 മുട്ട ഇട്ടിട്ടുണ്ട്. 3 മുട്ട ഇട്ടിട്ടുണ്ട്. ഒരു 2 മുട്ട അതിനകത്ത് പൊളിച്ചെടുത്ത് അരിഞ്ഞ് അതിൻ്റെ കൂടെ ചേർക്കും. അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് മിക്സിയാക്കി എടുക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാം. നമ്മളിത് സാധാരണ വെള്ളം ഒഴിച്ച് വെള്ളത്തിനകത്തിട്ട് അടുപ്പിൽ വെച്ച് വേവിച്ച് ഇളക്കി പറക്കിയ മസാലപ്പൊടിയും കൂടി ഇട്ടാണ് നമ്മൾ എടുക്കാറ്. പക്ഷെ ഞാൻ അങ്ങനെ എടുക്കുന്ന കൂട്ടത്തിൽ ഒരു മുട്ടയും കൂടെ ഒക്കെ പൊട്ടിച്ചൊഴിച്ച് കൊച്ചുമക്കൾക്ക് എടുത്ത് കൊടുക്കാറ് പതിവായിരുന്നു. പക്ഷേ ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടായിരുന്നു. പക്ഷേ ഇത്രയും ടേസ്റ്റി ആകുമെന്നും നമ്മൾ കരുതിയില്ല. വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ടേസ്റ്റി ആയത്. ഒരു മനസ്സ് വെച്ച് തോന്നി ഇങ്ങനെ ചെയ്തതാണ്. പക്ഷെ എന്നാൽ നമുക്ക് ഇതിനകത്ത് ഇറച്ചി വറുത്തിട്ട് ഇങ്ങനെ ചെയ്താലും നന്നായിരിക്കും. മുട്ട റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചുകൊണ്ട് ഇതിങ്ങനെ എടുത്താൽ നല്ല ഇതായിരിക്കും. പക്ഷേ ഇതിങ്ങനെ എടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇറച്ചിക്കകത്ത് എടുത്താലും മുട്ട റോസ്റ്റ് ചെയ്ത് എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ മുട്ട പുഴുങ്ങിയിട്ടല്ലേ അതിനകത്തിട്ട് എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മാഗി എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ഒരു നിസ്സാരമാക്കി കാണേണ്ട ആവശ്യമില്ല. മാഗി നല്ല ഐറ്റമാണ്. ഞാൻ അത് സവാളയുടെ കൂടെ ഇട്ടിട്ടുണ്ട്. എടുത്ത് ആവി കയറ്റി വെച്ചേക്കും. ഒരു ശകലം വെള്ളം കൂടെ കൊടുക്കണമെന്ന് തോന്നുന്നു. ഒരു ശകലം വെള്ളം കൂടെ കൊടുത്തിട്ട് ആക്കണം. മുട്ട ഇച്ചിരി കുരുമുളക് പൊടി, ഉപ്പുപൊടി ഇട്ട് പുഴുങ്ങി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. നമ്മുടെ മാഗിയുടെ കൂട്ടത്തിൽ മാഗിക്ക് കിട്ടുന്ന മസാലപ്പൊടി അതുപോലെ അങ്ങ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ഈ വഴക്കാൻ വെച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിടും. ഇച്ചിരി കൂടെ ആവാനുണ്ടേ. ഇറക്കാറാകുമ്പോഴേ മുട്ട ഇടത്തുള്ളൂ. ഞാൻ മാഗി അരപ്പും കൂടെ നമ്മുടെ സവാള വഴുത്തതിനകത്ത് ഇട്ട് ഒന്ന് ഇളക്കാതെ തന്നെ ഒന്ന് ആവി കയറ്റാൻ വെച്ചിരിക്കുകയാണേ. തീ കുറച്ചിടും. സൂപ്പറാണ് കേട്ടോ. മാഗി വെച്ച് കഴിക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ച് കഴിക്കണം. അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ അനുഭവിച്ചറിയണം. നിങ്ങൾ വെച്ച് നോക്കിന് എങ്ങനെയുണ്ടെന്ന്. ഞാൻ അധികം വെള്ളം കുടഞ്ഞു കൊടുത്തതേ ഉള്ളൂ. ആവിയിലിട്ടത് പുഴുങ്ങിയെടുക്കുമായിരുന്നു. ഒന്നാന്തരം ടേസ്റ്റാണ്. ബിരിയാണിയാണോ എന്തുവന്നല്ല. നമ്മൾ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ മസാലയൊക്കെ ഇട്ട് കാര്യമെല്ലാം ശരിയാണ്. നമ്മൾ അതിൻ്റേതായിട്ട് ചേർക്കേണ്ടത് ചേർത്ത് അത് വെച്ച് നോക്ക്. നമുക്ക് ഊണിന് പോലും പകരം അതിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അത്രയും ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇത് വെറും വാക്കല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഒന്നാന്തരം സാധനമാണ് കേട്ടോ. ബിരിയാണിയാണോ അതുമല്ല കണ്ടോ. നമ്പർ 1 സാധനം. സൂപ്പർ ടേസ്റ്റ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇതാണ് എടുത്തത്. ഇതാണ്. എനിക്ക് ബിരിയാണിയാണോ അതുമല്ല എന്താന്ന് മാഗിയാണെന്ന് പറയത്തുമില്ല. ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ. എന്താണെന്ന് എനിക്കറിയത്തില്ല. അടിപൊളി സംഭവമാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിന്. ഉച്ചക്കത്തെ ഒരു ഊണിനാവാം, 4 മണിക്കത്തെ ഒരു കാപ്പിക്കാവാം, എന്തും റെഡി. ഞങ്ങൾ 4 മണിക്കത്തെ കാപ്പിക്കാണ് എടുത്തത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. സൂപ്പർ സാധനമാണ്. ബിരിയാണിയാണോന്ന് പോലും തോന്നിപ്പോവും. ട്രൈ ചെയ്യ്, ഷെയർ ചെയ്യ്.